സ്വാഗതം ചെയ്യുന്നു സിദ്ധാർത്ഥ്. ശാന്താകാരം സരസിജനയനം വന്ദേഹം ചിന്മയരൂപം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. കരള മധുര മുരളിയുണരും പ്രണയഭരിത കവിതയുണരും മനസ്സു നിറയും മധുല ഹരിത മതമഹോത്സവം. വരവീണകൾ മൃദുപാണികൾ മതമൊടു തിരുവടി തൊഴുതട ശ്രുതി ചേരണ മലിവോടതിൽ അനുപദമഴകായി മതിമുഖി മമ സഖിമയിൽ നടയുവളുടെ നടനം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം 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 ദ്രുതതാളം. പുലരികൾ പൊൻകസവിടും ഇന്ദ്രനീലമേഘമെന്റെ ദൂതുപോയ ഹംസമായി മഞ്ഞുരുകിയ മൺചിമിഴിലെ മന്ദഹാസദീപ്തിയോടെ നീ എനിക്ക് തുമ്രിയായി. മനസ്സുകളുടെ കുളിരരുവികളിൽ ജിലും ജിലും മരതക മഴമൊഴി തിരയുകയായി. മനസ്സുകളുടെ കുളിരരുവികളിൽ ജിലും ജിലും മരതക മഴമൊഴി തിരയുകയായി. ഇനി നിലവിലെ ജലകലികളിൽ ഉണരുമരിയ പ്രണയകലികൾ തിരനുരയിടും ഒരു കടലിലെ ഗതലിൽ അലിയുമലസമായി. ഹിമ എഴുതിയ മിഴിമുകുളമിതരുണ കിരണമണിയും അതിലെ ഹിമകണമണി അണിവിരലിലെ മലയ തലില മലിയുമാദ്രമായി. വിരനവനിൽ വിരലിൽ ശിശിരശലഭമെഴുതിയ നിറ ചന്ദനമണി ചന്ദനമണി മൃദു ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. പൊന്യമുനയിലൻ പ്രിയമൊഴി വെണ്ണിലാവിൽ വീണലിഞ്ഞ പൂർണ്ണചന്ദ്രബിംബമായി. ശ്രാവണമണി മേടകളിൽ പ്രാവുകൾ പറന്ന രാവിൽ പൂവണിഞ്ഞ പുണ്യമായി. ശ്രുതിപരമത സുഖലഹരികളിൽ ദിനം ദിനം മുഖരിതമിരു ഗുരുകൊലുസുകളിൽ. ശ്രുതിപരമത സുഖലഹരികളിൽ ദിനം ദിനം മുഖരിതമിരു ഗുരുകുരുസുകളിൽ. എഴുതിയ മിഴിമുകുളമിതരുണ കിരണമണിയുമതിൽ ഹിമകണമണി അണിവിരലിലെ മലയ തലില മലിയവേ. ഹിമ എഴുതിയ മിഴിമുകുളമിതരുണ കിരണമണിയുമതിലെ ഹിമകണമണി അണിവിരലിലെ മലയ തലില മലിയുമാദ്രമായി. മനസ്സിനിതളിൽ ഉണരുമറിയ ശിശിരശലഭമെഴുതിയ നിറ ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. കരള മധുര മുരളിയുണരും പ്രണയഭരിത കവിതയുണരും മനസ്സു നിറയും മധുല ഹരിത മതമഹോത്സവം. വരവീണകൾ മൃദുപാണികൾ മതമൊടു തിരുവടി തൊഴുതട ശ്രുതി ചേരണ മലിവോടതിൽ അനുപദമഴകായി മതിമുഖി മമ സഖിമയിൽ നടയുവളുടെ നടനം.
ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം 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 ആ എല്ലാവരും ഈ പാട്ടിന്റെ എനർജി ലെവലിനെ പറ്റി എം ജി ശ്രീകുമാർ സാറിന്റെ പാട്ടിനെ പറ്റി ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര കുറ്റബോധം എന്താ പറയുക, ഇവരെല്ലാവരും ഈ പാട്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇതിനകത്തൊക്കെ എന്താ പറയാ, അതുപോലെ ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. ഞാനൊരു നടനായതുകൊണ്ട് എം ജി ശ്രീകുമാർ സാർ എത്ര മനോഹരമായിട്ട് പാടിയോ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള എനർജി ലെവലിൽ ലാലേട്ടൻ ചൂടുവച്ചൊരു പാട്ടും കൂടിയാണ് പ്രജയിലെ ഒരു ഗാനം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സാഹസത്തിന് മുതിരാതെ കുറച്ച് 5-6 ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നു. എനിവേ താങ്ക് യു സോ മച്ച്. സുദീപ് സൂപ്പർ, ഉഗ്രനായിട്ട് പാടി, യാതൊരു സംശയമില്ല. കിഷോർജി പറഞ്ഞ പോലെ ഇത് ശ്രീകുമാരേട്ടൻ പാടുമ്പോൾ കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ മനസ്സിൽ കാണുന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ, അതിനൊപ്പമോ അതിന് മേലെയാണ് ഇപ്പോഴും ലാലേട്ടൻ പെർഫോം ചെയ്യുന്നത്. ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ സീനിൽ. സിദ്ധാർത്ഥ് ഇടയ്ക്ക് പാട്ടിന്റെ ഇടയിൽ വെച്ചൊന്ന് ലാലേട്ടനാകാൻ ശ്രമിച്ചു, പക്ഷെ അങ്ങോട്ട് ചെരിയുന്നില്ല. കുറച്ച് വന്നിട്ടൊരു നാണം, പിന്നെയും നേരെ നോർമലാവും അല്ലേ? കാര്യം ഒരു ചെറിയ ഒരു നാണം. ഹായ് ചന്ദനം, അത്രയും പാവമായി പോയി ഇടയ്ക്കൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ച് മൃദുവൊക്കെ വന്നപ്പോ അങ്ങ് ഈ മൃദുലേക്കാളും മൃദുവായി പോയി. അത്ര അങ്ങ് സോഫ്റ്റായി. അപ്പോൾ മോൻ കുറച്ചുകൂടി ശക്തി കൊടുക്കണം ആ സ്ഥലങ്ങളിൽ. ഇപ്പം സോഫ്റ്റ് ആയാൽ പോലും ഒരു മിനിമം പവർ, വോയിസിന് ഒരു മിനിമം ലെവൽ വേണം. ആ ലെവലിന് മേലെ സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ അവിടെ അങ്ങ് മെലോ ആയിപ്പോവും, പാട്ടങ്ങ് എൻ്റെ എനർജി ലൂസാവും. അത് ലൂസാവാതെ പാടണം. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ആ എനർജി ഉണ്ടായിരുന്നു. നല്ല ലിറിക്സൊക്കെ എന്ന് പറഞ്ഞാൽ മണി പോലെ പാടി, ഗംഭീരമായിട്ട് പാടി. സൂപ്പർ. സിദ്ധു അല്ലേ? എല്ലാ സിദ്ധാർത്ഥം സിദ്ധു ആയിരിക്കും. അതെ, അതും പുതിയ നേരത്തെ പറഞ്ഞ പോലെ പുതിയൊരു ഇത് ഈ ഒരു കമന്റ് ഇതിനു മുൻപ് മൃദുല പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറയില്ല. എന്ത് പെർഫോമൻസ് ആയിരുന്നു എന്റെ അമ്മേ, ഉഗ്രൻ പാട്ട്. ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫാസ്റ്റ് നമ്പേഴ്സിലെ സെമി ക്ലാസിക്കൽ സോങ് ആണല്ലേ? നല്ല പണിയാണ് ഈ പാട്ട് പാടാൻ, ലൈവായിട്ട് പാടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ബ്രെത്ത് നന്നായിട്ട് മാനേജ് ചെയ്തു കേട്ടോ, അതാണ് എടുത്തു പറയേണ്ട കാര്യം. പിന്നെ വരികള് ഇവിടെ കേരളത്തിലല്ലല്ലോ അല്ലെ, ഡൽഹിയിലാണ്. കേട്ടാൽ മനസ്സിലാവും. പക്ഷെ എന്നാലും വാക്കുകളൊക്കെ ഭയങ്കരമായിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചെടുത്തിട്ടുണ്ട്, നോക്കി പഠിച്ചിട്ടുണ്ട്, കുറെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. മാക്സിമം ക്ലിയർ ആയിട്ട് ഉച്ചാരണം ഒക്കെ ക്ലിയർ ആയിട്ട് പാടാൻ നോക്കിയിട്ടുണ്ട്. നല്ല എഫേർട്ടായിരുന്നു കേട്ടോ, ഉഗ്രൻ എഫേർട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ സംഗതീസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആയിരുന്നു. സക്കീർ ഭായിക്ക് അങ്ങ് ഡൽഹിയിലും ഉണ്ടല്ലേ പിടി അല്ലേ? മലയാളം പാട്ടുകളൊക്കെ വേറെ പാട്ടുകളൊക്കെ പാടാറില്ലേ? ഹിന്ദിയും പാടും. ഹിന്ദിയും പാടാം. ഇപ്പൊ എന്തായാലും അടുത്ത റൗണ്ടിലും പാടും. ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്, സന്തോഷം. ഏതായാലും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരു എനർജി ലെവലിൽ കുറഞ്ഞു പോയതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെന്തെങ്കിലും കടുങ്ങി ചെയ്യുമെന്നുള്ള, പക്ഷെ അവർ ചെയ്തില്ല. അതിന് മേലെയായിരുന്നു സിദ്ധാർത്ഥിന്റെ പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ യു ആർ ഇൻ. ഒരിക്കൽ കൂടെ ആശംസകൾ. സിദ്ധാർത്ഥിന് മെഡൽ നൽകുവാൻ വേണ്ടി ശ്രീ മോഹൻജി നായരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you, sir. Thank you so much. Siddharth, thank you. All the very best. Thank you. സീനിയേഴ്സ് റൗണ്ടില് അടുത്ത കണ്ടസ്റ്റന്റ് ധൻവിൻ ജയചന്ദ്രൻ. പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം മുൻപിൽ. പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം മുൻപിൽ.
വേദാന്ത പൊരുളിൻ ആധാരശിലയെ കാരുണ്യം കടൽ കണ്ട കലികാല പ്രഭുവേ കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ ദുഃഖങ്ങൾ കർപ്പൂരത്തിരിയായി കത്തുമ്പോൾ അയ്യപ്പൻ കളഭച്ചാർ തണിയാൻ നിൽക്കുമ്പോൾ നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവമൃതത്വം സ്വാമിക്ക് പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം മുൻപിൽ പന്തളനാഥൻ വൻപുലിമേലെ വന്നെഴുന്നള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ജുളനാളം മിഴിതെളിയാനായി കാണും ഞാൻ പന്തളനാഥൻ വൻപുലിമേലെ വന്നെഴുന്നള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ജുളനാളം മിഴിതെളിയാനായി കാണും ഞാൻ ഓദയാമയ പരാത്പര ശരണജപങ്ങളോടെ നിൽക്കവേ ഓദയാമയ പരാത്പര ശരണജപങ്ങളോടെ നിൽക്കവേ ഒരു നെയ്ത്തിരിക്കു പകരം എരിഞ്ഞു നരജന്മമെന്നു ഒരുകും പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം മുൻപിൽ സങ്കടമെല്ലാം ഇരുമുടിയാക്കി സന്നിധി തേടും പാപികളെ സംക്രമസന്ധ്യേ നിന്നുടെ ചിമിഴിൻ കുങ്കുമമൊഴിയും അയ്യപ്പൻ ഓ നിരാമയ നിരന്തര പ്രണവജപങ്ങളോടെ നിൽക്കവേ ഓ നിരാമയ നിരന്തര പ്രണവജപങ്ങളോടെ നിൽക്കവേ ഒരു നാളികേരമുടയുന്ന പോലെ ഉടയുന്നതെന്റെ ഹൃദയം പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം മുൻപിൽ നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവമൃതത്വം സ്വാമിക്ക് നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവമൃതത്വം സ്വാമിക്ക് തൻവിൻ മോന്റെ പേര് സിദ്ധാർത്ഥ എന്നായിരുന്നെങ്കിൽ മൃദുല സിദ്ധു എന്ന് ഷോർട്ടായിട്ട് വിളിച്ചത് ധൻവിൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ വിളിക്കും ധൻ എന്ന് വിളിക്കോ പിന്നെ അതാണ് ധൻ. മോനെ എവിടെയാ നാട്ടിലെവിടെയാ? ഞങ്ങള് നാട്ടില് തൃശ്ശൂരാണ്. ഇവിടെ തന്നെയാണോ താമസമൊക്കെ? അല്ല, ഞാൻ മുംബൈ. എത്ര കാലമായി മുംബൈയിൽ? ജനിച്ചു വളർന്നൊക്കെ എവിടെയാണോ? അതെ, ജനിച്ചു വളർന്നെല്ലാം മുംബൈ. പാട്ട് എപ്പം മുതലാണ് തുടങ്ങിയത്? പാട്ട് എങ്ങനെയാണ് മോന് പാട്ടിന്റെ ഒരു ഇതൊക്കെ തിരിച്ചറിഞ്ഞ് എങ്ങനെയാണ്? ആക്ച്വലി അച്ഛനും അമ്മയാണ് എനിക്ക് ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തത്. അവരെന്നെയാണ് ഫൈൻഡ് ചെയ്തത്. ഓക്കെ. എന്തായാലും മോന്റെ ഈ ശബരിമല പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മൃദുവിനോട് തന്നെ ആദ്യം ചോദിക്കാം അല്ലേ? ധനുവിന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു മൃദു? ധനു
യെസ് മാം. എങ്ങനെയുണ്ട്? അങ്ങനെ ആരെയും വിളിക്കാറുണ്ടോ? ഫ്രണ്ട്സ് വിളിക്കാറുണ്ട്. അതാണ് എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാനും വിളിച്ചേ. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒന്നാമത് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. കുറേ സംഗതികളൊക്കെ വളരെ നന്നായിട്ട് ചെയ്തു കേട്ടോ. ചില സംഗതികളൊക്കെ ഒന്നുകൂടെ ഒന്ന് ക്രിസ്പ് ആവാം, ഒന്നുകൂടെ ഒന്ന് ശരിക്കും പഠിക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പൊ ചെറിയ ചില സ്ഥലത്തൊക്കെ പ്ലാൻസ് ചെറുതായിട്ട് ഒന്ന് സ്ലിപ്പായിട്ടുണ്ട്, നോട്ട്സ് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. എനിക്ക് ഇതാണ് മെയിൻലി തോന്നിയത്. നല്ല എനർജി ഉണ്ടായിരുന്നു, വോയിസ് ഒക്കെ നല്ല, ഈ പാട്ടിന് പറ്റിയൊരു വോയിസ് ആയിട്ട് എനിക്ക് തോന്നി. നല്ല ഓവറോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. ധൻവിൻ, യെസ് സർ. നല്ല പെർഫോമൻസ്, താങ്ക് യു സർ. അത്യുഗ്രം പാട്ടും. മോനി പാടിയ പാട്ട് എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഫാസ്റ്റ് നമ്പർ റൗണ്ടിൽ ഈ പാട്ട് വരാമോ എന്ന് ചോദിച്ചാൽ സിംഗിങ്ങിൽ ഫാസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇതിൽ വളരെ കുറവാണ്. 2-3 സംഗതികൾ ഫാസ്റ്റ് സംഗതികൾ ഉണ്ടെന്നുള്ളതല്ലാതെ അനുപല്ലവിയും ഒക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു സെമി ക്ലാസിക്കൽ പാട്ട് പോലെയാണ് പാട്ടിന്റെ സ്ട്രക്ചർ. ഋതമാണ് നല്ല ടെമ്പോയിൽ ഫാസ്റ്റ് ആയിട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. സിനിമയിൽ ആ സിറ്റുവേഷനിൽ വരുമ്പോൾ അത് സിനിമയുടെ ടെമ്പോ കുറഞ്ഞു പോയിരിക്കാൻ വേണ്ടിയാണ് അത്ര ഋതം നല്ല റിച്ച് ആക്കി എടുത്തിട്ട് അങ്ങനെ ഒരു ബുദ്ധി മ്യൂസിക് കമ്പോസർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം മോഹൻ പക്ഷേ ആ ഒരു കണ്ടെത്തൽ എനിക്ക് പൂർണ്ണമായിട്ട് തൃപ്തിയായിട്ടില്ല. പിന്നെ പാടിയ ചില സംഗതികളൊക്കെ എന്ന് പറഞ്ഞാൽ വെടിച്ചില് പോലെ വരിക പറയില്ല, അങ്ങനെ വന്നു ചില സാധനങ്ങൾ. ചിലത് പക്ഷെ സ്ലിപ്പായും പോയിട്ടുണ്ട്. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആളെ നേരെ സെലക്ട് ചെയ്യും. കുറച്ചൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ എന്ത് പറയും, യു ആർ ഇൻ വെയിറ്റിംഗ് ലിസ്റ്റ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് മോനെ. തവണ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, ഇവിടെ തന്നെ ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സുദീപ് ആൻഡ് താങ്ക് യു മൃദുല. എന്തായാലും ഞാൻ വിചാരിച്ചത് ധൻവിൻ ഇത്തവണ ഒരു വിൻ വിൻ ആയിട്ട് വരും എന്നുള്ളതാണ്. ഇതിപ്പോ ഒരു വിൻ പകുതിയാണ്. അടുത്ത റൗണ്ടിലേക്ക് വിൻ വിൻ ആയിട്ട് വരട്ടെ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു ധനുഷ് ശശിധരൻ. അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് 4 കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് 4 കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല, പരുന്തല്ല, തിരകളല്ല, ചെമ്മാനം വാഴണ തൊറയരയൻ. അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് 4 കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? മരനീരും മോതി നടക്കണ ജമാനത്തെ പൊന്നരയൻ. മരനീരും മോതി നടക്കണ ജമാനത്തെ പൊന്നരയൻ. നീട്ടി തുപ്പിയതാണേലി തുറമണലെല്ലാം പൊന്നാവൂലേ. മാനത്തെ പൂന്തുറയിൽ ബലവീഷണ കാണൂലേ. മാനത്തെ പൂന്തുറയിൽ ബലവീഷണ കാണൂലേ. വിലവേഷി നിറക്കണ കുടില് മീനാണെങ്കി പിടയ്ക്കൂലേ, മീനാണെങ്കി പിടയ്ക്കൂലേ. അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് 4 കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല, പരുന്തല്ല, തിരകളല്ല, ചെമ്മാനം വാഴണ തൊറയരയൻ. അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. ഹോയ്, കടലിനക്കരയിലും വലയിൽ 1000 മുട്ട് വിരിയൂലേ. 1000 മുട്ടിലൊരഞ്ഞഴിത്തേനുണ്ണാനോ മനവണ്ട് മുരളൂലേ. കടലിനക്കരയിലും വലയിൽ 1000 മുട്ട് വിരിയൂലേ. 1000 മുട്ടിലൊരഞ്ഞഴിത്തേനുണ്ണാനോ മനവണ്ട് മുരളൂലേ. അക്കരെ ഇക്കടയോടി ഒഴുകുന്നൊരോടി വെള്ളം ഒരുങ്ങൂലേ. മിന്നും വലയിലെ ചിപ്പിയിലെ തിരുമുത്തു കിടന്നു തിളങ്ങൂലേ. അക്കരെ ഇക്കരയോടി ഒഴുകുന്നൊരോടി വെള്ളം ഒരുങ്ങൂലേ. മിന്നും വലയിലെ ചിപ്പിയിലെ തിരുമുത്തു കിടന്നു തിളങ്ങൂലേ. മുത്തു കിടന്നു തിളങ്ങൂലേ, മുത്തു കിടന്നു തിളങ്ങൂലേ. അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് 4 കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല, പരുന്തല്ല, തിരകളല്ല, ചെമ്മാനം വാഴണ തൊറയരയൻ. അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ.
താരിത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ടു കളിക്കണ കടലൻ കുട്ടികൾ അക്കരെ മുത്തുകണക്കൊരു കൊച്ചു കിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലർപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്ക് പറയ ചെണ്ടകൾ അലറിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന് കണക്ക് മണപ്പുറം ആകെ തിരികിട തിമൃതത്തെ താരിത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ടു കളിക്കണ കടലൻ കുട്ടികൾ അക്കരെ മുത്തു കണക്കൊരു കൊച്ചു കിടാത്തനുദിച്ചു വരുന്നത് കണ്ടു മലർപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്ക് പറയ ചെണ്ടകളരിത്തരികിട മേളമടിച്ചു മുഴക്കും നേർ ചാകര വന്ന് കണക്ക് മണപ്പുറമാകെ തിരികിട തിമൃതത്തെ ഞാനും കേട്ടേ ഞാനും കണ്ടേ അവനെന്ന് കിളമ്പിയ നേരത്തെന്റെ കിനാവിലിരമ്പിളി വെള്ളമിറങ്ങിയൊരുങ്ങിയടങ്ങിയ നമ്പിയ കമ്പടി കൂടാനത്തിലും ഇത്തിലും ആടന്മാർ തോണികൾ ഒഴുകി തുള്ളിയൊറിഞ്ഞു കൊടുമ്പിരി കൊണ്ടൊരു താളത്തരികിട തിമൃതത്തെ തുറകളിൽ നിന്നൊരു തുടികുളി മേളത്തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാളികളുടെ കാലിത്തട്ടകളിടയിടെ ഇളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലൊരപ്പോ തിക്കരി നല്ലതു പാടി തുറകളിൽ നിന്നൊരു തുടികുളി മേളത്തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാളികളുടെ കാലിത്തട്ടകളിടയിടെ ഇളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലൊരപ്പോ തിക്കരി നല്ലതു പാടി കണ്ടട് വലയുടെ പടമിട് പടമിട് മൊഴികളിൽ അലയുടെ തകിലടി മുറി കണ്ടട് വലയുടെ പടമിട് മഴമിട് മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തരികിടതി മൃതത്തെ ദാകിടതി മൃതത്തെ രിമികിടതി മൃതത്തെ. ധനുഷേ ഒരു 2 ബ്രീത്ത് എടുത്ത് വിട്ടു. ഇത് രണ്ടുപേരും പാടിയ പാട്ടാണ്. MG ശ്രീകുമാർ സാറും ജോളി ബറ സാറും അല്ലെ രണ്ടുപേര്. മോൻ എവിടെയാ? നാട്ടിലെവിടെയാ? നാട്ടില് കണ്ണൂര്. ഇവിടെ തന്നെയാണ്? അല്ല, ഞാൻ യു പിയിലാണോ ജനിച്ചു വളർന്നോ? അതെ അതെ, അവിടെ തന്നെയാണ്. ആണോ? അപ്പൊ അത് നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു എനർജി പാക്ഡ് പരിപാടിയായിരുന്നു. പക്ഷെ അത് മാത്രം പോരാ, ഈ പാട്ടിനകത്ത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പാട്ടാണ് അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു സുദീപ് ആൻഡ് മൃദുല? ധനുഷ് UP ധനുഷ് UP ഉഗ്രായിട്ട് പാടിയെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അത് കലക്കി. ധനുഷ് നന്നായിട്ട് പാടി. ആ തുടക്കമൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അപ്പോഴന്നെ നമ്മളിവിടെ കണ്ണിൽ നോക്കി അത് ഒരു നല്ലൊരു പോക്കാണ് പോകുന്നതെന്നുള്ളതിന്റെ ലക്ഷണമാണ് നമ്മളിങ്ങനെ അറിയാതെ നോക്കിപ്പോകും. പിന്നെ അവസാനം ആകാറായപ്പോഴത്തേക്ക് ഇത് ശ്വാസം മുട്ടി മരിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു പാട്ടാണ്. മരിച്ചില്ല, ഒന്ന് വീണു ഒരു സ്ഥലത്ത്, അതേ ഉള്ളൂ. അത് അവിടുന്ന് വൃത്തം അങ്ങോട്ട് കയറിയപ്പോൾ ഉള്ളൊരു ചെറിയ ജമ്പ് ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ബാക്കി ഇത് ടങ് ട്വിസ്റ്ററായിട്ടൊക്കെ പറയുന്നതാണ്. ഇണങ്ങി ഇരമ്പി അകമ്പടി കൂടാൻ അത്തിലുമിത്തിലും ആടംമാന തോണികൾ ഒഴുകി. അത് നടപടിയാവുന്ന കാര്യം ബുദ്ധിമുട്ടാണിത്. പ്രത്യേകിച്ച് വെളിയിലൊക്കെ പഠിച്ച് വളർന്നല്ല അവിടെ ജനിച്ചു വളർന്ന ഒരാളെ സംബന്ധിച്ച് ഇതൊരു ശരിക്കും ടാസ്ക്കാണ്, വലിയൊരു ടാസ്ക്കാണ്. അത് മോൻ ഭംഗിയായിട്ട് അത് നിർവഹിച്ചു. ആളുകൾക്ക് മടുക്കാത്തൊരു പാട്ടാണ്. എവിടെ പ്രോഗ്രാമിന് പോയാലും ഇത് ചോദിക്കും, മിക്കവാറും ചോദിക്കും. അവസാനം ഒറ്റയ്ക്കും പാടിയിട്ടുണ്ട്, രണ്ടുപേരും ചേർന്നും പാടിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് പാടുമ്പോൾ ഇതുപോലെ ശ്വാസം മുട്ടൽ നല്ലോണം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും എൻ്റെ അസുഖം എന്താണെന്നുള്ളത്. അത് മോനത് വളരെ നന്നായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്, സൂപ്പർ. താങ്ക് യു സോ മച്ച്. ധനു, ബ്രില്യൻ പെർഫോമൻസ്. താങ്ക് യു. അടിപൊളിയായിട്ട് പാടി. ഭയങ്കര ടങ് ട്വിസ്റ്റർ ആണ്. പിന്നെ അത് മാത്രമല്ല, ബ്രെത്ത് എങ്ങനെ മാനേജ് ചെയ്തു? ഇത് കുറെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ? പഠിക്കുന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ബ്രെത്ത് എടുക്കണം, അതേപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയോ? മാം, ചില സ്ഥലത്ത് ലാസ്റ്റ് ആ ഒരു സമയമാകുമ്പോ അത് തുപ്പൽ ഇത് തൊണ്ടിൽ അതാണ്, അതൊരു പ്രോബ്ലം ആണ്. പക്ഷെ എന്നാലും മാനേജ് ചെയ്തു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഒരു ചെറിയൊരു പോസ് വന്നിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് റിതം ഒന്ന് ബീറ്റ് മിസ്സായി. അതർവൈസ് പുറത്ത് വളർന്ന ഒരാൾക്ക് ഇങ്ങനെയും ഇത്രയും ലിറിക് ക്ലാരിറ്റിയിൽ പാടാൻ പറ്റാന്ന് പറയുന്നത് ഒരു അത്ഭുതമാണല്ലോ. നല്ല എഫേർട്ട് കേട്ടോ, നല്ല എഫേർട്ട്. അടിപൊളി. മൃദുല, ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ശിക്ഷ എന്താണ് സാധാരണ ഗതിയിൽ? എന്താണ്? അവരെ നമ്മൾ സെലക്ട് ചെയ്യാൻ അതൊക്കെ വലിയ ശിക്ഷ. അപ്പൊ ധനുഷ് എന്തായാലും ഇവരുടെ രണ്ടുപേരുടെ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണോ? ഇനിയും പാടിയിട്ട് പോയാ മതി. അതാണ് മോന് നമ്മൾ ഒരു മെഡൽ തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എയിം നൽകുന്ന ഒരു മെഡലുണ്ട്. അത് നൽകാൻ വേണ്ടി ശ്രീ C അശോകൻ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ ധനുഷ്, വീണ്ടും കാണാം. Till then, you take care. Thank you. സ്വാഗതം ചെയ്തു അടുത്ത മത്സരാർത്ഥി ദേവിക മേനൻ. പാടാവനമാലി നീ
ഹായ് ദേവിക, ഹലോ സർ. എങ്ങനെയുണ്ട് പാടി കഴിഞ്ഞപ്പോ? ശ്വാസം പ്രശ്നമുണ്ട്. ഇല്ല. ശ്വാസം മുട്ടുന്നോ? ശ്വാസം ഇല്ല. ആരെങ്കിലും ഡോക്ടറെ കാണിക്കുമ്പോളെ ഇത്രയും പാടിയിട്ട് ശ്വാസത്തോടെ ഇവിടെ നിൽക്കുന്നില്ലേ? അതൊരു ചെറിയ കാര്യമാണോ? അതെ. ചെറിയ കാര്യമല്ല. മോള് എവിടെയാ, കേരളത്തിലാണോ? ഞാൻ ജനിച്ചത് കേരളത്തിലാണ്, യു.പിയിലാണ് താമസം. അതാണ്, യു.പിയിലാണ്. മൃദുലയ്ക്കുള്ളതാണ്. യു.പിയിലാണ് താമസം. കൂടുതൽ ശ്വാസം ഇനി സുദീപിന്റെ മൃദുലയെന്നും നമുക്ക് മോളെ ശരിക്കും ശ്വാസം മുട്ടല് ഞങ്ങൾക്കാ. അതെ, ഞങ്ങളുടെ മോള് ശ്വാസം പാടിയപ്പോ പോയി. തുടങ്ങിയ ശ്വാസം എയർ പിടിച്ചിട്ട് തീർന്നു കഴിഞ്ഞാ വിട്ടത്. ഇപ്പൊ നെഞ്ചുവേന എടുക്കുന്നുണ്ട്. അതെ. സോറി സർ. സോറിയിൽ ഒതുക്കാൻ പറ്റുമോ? ഒരു സോറിയിൽ ഒതുക്കാൻ പറ്റുമോ? സോറിയിലൊന്നും തീരുന്ന കാര്യമില്ല. വലിയൊരു ഇതില് crime തൽക്കാലം ആയി പോയി ട്ടോ. അവർക്ക് ശ്വാസം മുട്ടിയത് ഒരു സോറി പറഞ്ഞാൽ പറ്റുമോ? നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇപ്പം? ഒരുമിച്ച് ഡോക്ടറുടെ അടുത്ത് 3 പേർക്കൂടെ. ഒന്നിച്ചു പോവാം. ശരി. വെരി ഗുഡ്. ഇത്രയും നേരം ശ്വാസം ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പാടുക എന്ന് പറയുന്നത് ഒരു സാധാരണ പാട്ടുകാരിക്ക്, ഒരു സാധാരണ മനുഷ്യന് സാധിക്കുന്ന കാര്യമേ അല്ല. അതിന് എത്ര പറഞ്ഞാലും മതിയാവില്ല. എന്നുവെച്ചാൽ മോൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇപ്പം മോളിങ്ങനെ ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് എടുക്കുന്ന ബ്രീത്തിൽ ഒരു 2 വരിയല്ല 4 വരിയൊക്കെയാണ് പോകുന്നത്. അപ്പം അതൊരു വലിയ ഗിഫ്റ്റാണ്. അത്രയും നല്ലൊരു ലങ്സ് എന്ന് പറയുന്നത് അതെല്ലാവർക്കും അങ്ങനെ കിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് വളരെ ടഫാണ്. ഈ പാട്ട് അങ്ങനെ എളുപ്പം പാടാൻ പറ്റില്ല. 2 പേര്, അത് 2 പേരും ഇത്തരം പാട്ടുകൾ പാടുന്നതിൽ അങ്ങേയറ്റത്ത് നിൽക്കുന്ന 2 ഗ്രേറ്റ് സിംഗേഴ്സ് പാടിയ പാട്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ടാസ്ക് മോളെടുത്ത് മനോഹരമായിട്ട് വിജയിപ്പിച്ചിരിക്കുകയാണ്. അത് വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ്. ഇന്നിപ്പോൾ ഇത് ഇത്രയും പേര് പാടിയതിൽ നമുക്ക് ഏറ്റവും എക്സൈറ്റ്മെന്റ് തോന്നിയ ഒരു പെർഫോമൻസ് ആണ്. താങ്ക് യു സോ മച്ച്. കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് മനഃപൂർവ്വമായിട്ട് വേണമെങ്കിൽ അതിലേക്ക് ഇറങ്ങിപ്പോയാൽ അവിടെ ഇവിടെയൊക്കെ കാണാം. ചില അക്ഷരങ്ങൾ പോയതും ചില സ്ഥലത്ത് ശ്രുതി, ചില മിസ്സിങ്, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ വിട്ടേക്കോ, അതിനെക്കുറിച്ച് ആലോചിക്കാൻ പാടില്ല. ഇന്നിവിടെ ഉണ്ടാക്കിയ ഒരു വൈബ്രേഷൻസ് ഉണ്ടല്ലോ, ഇവിടെ ഈ ഇത്രയും ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കിയ വൈബ്രേഷൻ അത് ലോകം മുഴുവൻ പടരും. അതിൻ്റെ എല്ലാവരിൽ നിന്നും മോൾക്ക് അതിൻ്റെ ഒരു സ്നേഹവും ഒരു അനുഗ്രഹവും ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. ദേവിക, വാകം അയ്യോ ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ. ഇത് ശരിക്കും ഒറ്റയ്ക്ക് ഈ പാട്ട് എടുത്ത് പാടിയിട്ട് ലൈവായിട്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അമേസിങ്. ലങ് കപ്പാസിറ്റി ഇതന്നെയാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ലങ് കപ്പാസിറ്റി, എൻ്റെ അമ്മ ഒന്നൊരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടെന്ന് തോന്നുന്നു. അത് മാത്രമല്ല സംഗതീസ് ഒക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് പാടി. അതിനിടയിൽ ഞെട്ടിച്ചു കളഞ്ഞു. ചില നല്ല റേഞ്ച് ഉണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ് മോളു. താങ്ക് യു സോ മച്ച്. ദാറ്റ് വാസ് എ വണ്ടർഫുൾ പെർഫോമൻസ്. താങ്ക് യു സർ. ഇത് നിങ്ങളോട് നമുക്ക് ഇത്രയും നന്നായിട്ട് പാടിയ സ്ഥിതിക്ക് നമുക്ക് ദേവികയെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടാൻ ഉൾപ്പെടുത്താം. തമാശ പറയുന്നത് മോള് തുടങ്ങിയപ്പോ തന്നെ ഫസ്റ്റ് പല്ലവി പാടിയപ്പോ തന്നെ നമ്മൾ തീരുമാനിച്ചു യു ആർ ഇൻ, യു ആർ സെലക്ടഡ്. സോ ആശംസകൾ ദേവിക. യാത്ര വലിയൊരു യാത്രയായിട്ട് മാറട്ടെ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരു മെഡലൂടെ തരാം അല്ലേ? പിന്നെന്താ? മോൾക്ക് മെഡൽ തരാൻ വേണ്ടി ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ ശ്രീ കെ വിദ്യാസാഗറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ലാവിഷ്ലി. താങ്ക് യു സർ. അവസാനത്തെ മത്സരാർത്ഥിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഭദ്ര KA.
ഹായ് ഭദ്ര. ഹലോ സർ. ഭദ്ര എവിടെന്നാ വരുന്നത്? ഞാൻ കോഴിക്കോട്. ആ, കേരളം തന്നെ. എന്ത് ചെയ്യുന്നു? ഞാൻ 10th-ലാണ്. ഓക്കെ. മോള് പാട്ട് പഠിക്കുന്നുണ്ടോ? ഞാൻ 10 വർഷമായിട്ട് പാട്ട് 10 പഠിക്കുന്നു. വർഷമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. നമുക്ക് എന്റെ കൂടുതൽ വിശദാംശങ്ങള് സുദീപിനോടും മൃദുലയോടും ചോദിക്കാം. ഭദ്രക്കുട്ടി എന്താ സർ? ഉഗ്രനായിട്ട് പാടി, നന്നായിട്ട് താങ്ക് യു പാടി. സർ. ആ പാട്ട് എൻ്റെ പല സ്ഥലങ്ങളും മോള് പാടിയത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു സർ. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്നുവെച്ചാൽ നമ്മളെ മാത്തമാറ്റിക്സ് പരീക്ഷയ്ക്ക് ബയോളജി പഠിച്ചിട്ട് ചെല്ലുമ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇല്ല. ഇവിടെ മാത്തമാറ്റിക്സ് പരീക്ഷ നടക്കുന്നത്. ഞാൻ പറയട്ടെ, മോള് പക്ഷെ ബയോളജിയാണ് നന്നായിട്ട് പഠിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് വേറെ ഒരു കണ്ടസ്റ്റന്റിന്റെ കാര്യത്തിലും സുദീപ് ഇതുപോലെ തന്നെ പറഞ്ഞിരുന്നു. ഇതിന്റെ അതെ. ഓർക്കസ്ട്രേഷൻ വളരെ ഹെവിയാണ്, പക്ഷെ അതിന്റെ വോക്കൽ സൈഡ് വളരെ മെലോഡിയസ് ആയി പോയി. ആം ഐ റൈറ്റ്? Yeah. താങ്ക് യു. നീ സംഗീതത്തിൽ കുറച്ച് വിവരം വെച്ചിരിക്കുന്നു. അതല്ല, ഈ പാട്ട് ഇപ്പൊ ഇതിങ്ങനെ ഒരു റൗണ്ട് അല്ലെങ്കിൽ യു ആർ ഡെഫിനറ്റ്ലി ഇന്നെന്ന് നമ്മൾ പറയും, യാതൊരു സംശയമില്ല. കാര്യം നല്ലൊരു സിംഗറാണ്, പല സ്ഥലങ്ങളിലും ആ എക്സ്പ്രഷൻ ഉണ്ട്, പാട്ടിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്, നല്ലൊരു ശബ്ദമുണ്ട്. ഇതൊക്കെയല്ലേ ഒരു പാട്ടുകാരിക്ക് വേണ്ടത്. അതെല്ലാം ഉണ്ട്. പക്ഷേ ഈ റൗണ്ട് എന്ന് പറയുന്നത് ഫാസ്റ്റ് നമ്പേഴ്സ് റൗണ്ടാണ്. അപ്പോൾ ഫാസ്റ്റ് നമ്പേഴ്സ് നന്നായിട്ട് പാടുന്ന, ഏറ്റവും നന്നായിട്ട് പാടുന്ന 5 പേരെ 10 പേരിൽ നിന്ന് സെലക്ട് ചെയ്യാൻ നമ്മളോട് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഭദ്രക്കുട്ടിയെ അതിൽ ഉൾപ്പെടുത്തും? ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് എന്ത് ടാലന്റഡ് ആണ് ഈ കുട്ടി, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അതും ഒരു ഡ്യുവറ്റ് സോങ് ആണ്, ഒറ്റയ്ക്ക് പാടി, സംഘഗാനം ഒറ്റയ്ക്ക് പാടുന്ന കുറെ കുട്ടികളെ നമ്മൾ അതെ, അതെ. ഇപ്പൊ കണ്ടു. എല്ലാരും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ പാട്ട് സെലക്ട് ചെയ്യാൻ കാരണം? വെറുതെ ചോദിച്ചാണ്. ഫാസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് കുറെ പാട്ടുകള് ഇത് കേട്ട സമയത്ത് ഡബിൾ സ്പീഡ് ഇട്ടാണോ കേട്ടത്? റിത്തമിക് മെലഡി എന്ന് പറയാവുന്ന ഒരു അതെ. ഗണത്തിൽപ്പെടുന്ന പാട്ടാണ്. ഭദ്രയുടെ ടാലന്റിനെ നമ്മൾ മാനിക്കുന്നു. ഭദ്രയെ നമുക്ക് കുറച്ച് സമയം കൂടി കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്താം, പിന്നീട് ഒരു തീരുമാനം എടുക്കാം, അല്ലേ? എന്നാലും കുഴപ്പമില്ല, നമ്മൾ തള്ളിക്കളയുന്നില്ലല്ലോ. ഒരു സൈഡിലേക്ക് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരിക്കുന്നു. എന്തായാലും വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. All the മോളുടെ best, ടാലന്റ് മോളെ. വെച്ചിട്ട് All മോളുടെ the best. ടാലന്റ് വെച്ചിട്ട് മോള് ഇന്നായിട്ട് വരട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ഒരേപോലെ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. എമ വോയിസ് 2025 എഡിഷൻ 3യുടെ ഒരു ഘട്ടം, പ്രാഥമിക ഘട്ടം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ജൂനിയർ, സീനിയർ, സൂപ്പർ സീനിയർ ഈ 3 കാറ്റഗറിയിൽ നിന്നും 3 പേരായിരിക്കും വിജയികളാവുന്നത്. ഓരോ കാറ്റഗറിയിലും 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 3-ാം സ്ഥാനം, അങ്ങനെ ഓരോ കാറ്റഗറിയിൽ 3x3 9 വിജയികളായിരിക്കും നമ്മൾ കണ്ടെത്തുക. ജൂനിയർ, സീനിയർ, സൂപ്പർ സീനിയർ 3 കാറ്റഗറിയിൽ നിന്നും നമ്മൾ 4 പേരെ വീതം സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോ കാറ്റഗറിയിൽ നിന്നും ഓരോ ആൾക്കാരെ കൂടെ വേണം. എനിക്ക് തോന്നുന്നു ജൂറി പാനലിൽ സെലക്ട് ചെയ്ത ആൾക്കാരെക്കാട്ടിലും പ്രയാസമുള്ള കാര്യമെന്ന് പറയുന്നത് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നും ഓരോ ആൾക്കാരെ കണ്ടുപിടിക്കുന്നതാണ് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും 4 പേരെ എടുക്കാൻ എളുപ്പമായിരുന്നു. അത് എളുപ്പമാണ്. ജഡ്ജസിനാണ് ആക്ച്വലി ആൾക്കാർ പണി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ പ്രോസസ്സ് ആയതുകൊണ്ട് സുദീപിനും മൃദുലയ്ക്കൊപ്പം നമ്മുടെ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ പ്രതിനിധി ശ്രീ ശ്രീകുമാർ സാറിനെ കൂടെ ഞാൻ ക്ഷണിക്കുകയാണ്. സുദീപ് ആൻഡ് മൃദുല വളരെ കൂലങ്കഷമായ ഒരു ജോലിയിലാണ്. കുറച്ച് സമയമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായി, ഒരു വഴിക്കെത്തിയോ? ഒരു വഴിയായി. വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ഒഴിവാക്കേണ്ടി വരുമ്പോൾ വിഷമമുണ്ട്. പക്ഷേ അതേ പറ്റുള്ളൂ. നമുക്ക് 5 പേരാണ് ഓരോ കാറ്റഗറിയിൽ നിന്നും സെലക്ട് ചെയ്യപ്പെടേണ്ടത്. തീർച്ചയായിട്ടും. അപ്പോൾ 5 പേരെ സെലക്ട് ചെയ്യുന്നതിൽ ഏറ്റവും ടഫായിട്ടുള്ള ഒരു സീനിയേഴ്സിലാണ്. അതിൽ 10 പേരിൽ നിന്ന് 5 പേരാണ് സെലക്ട് ചെയ്യുന്നത്. മറ്റത് ഒരെണ്ണത്തിൽ 7 പേരിൽ നിന്നും 8 പേരിൽ നിന്നാണ്. 7 പേരിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് നമുക്ക് വളരെ എളുപ്പം എടുക്കാം. കാര്യം കൂടുതൽ ആളുകൾ ഉൾപ്പെടുത്താനുള്ള നമുക്ക് സന്തോഷം. പക്ഷേ 10 പേരിൽ നിന്നാകുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നമുക്ക് എന്തായാലും സൂപ്പർ സീനിയേഴ്സിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? സൂപ്പർ സീനിയേഴ്സിൽ തുടങ്ങാം. സൂപ്പർ സീനിയേഴ്സിൽ നമ്മളിപ്പോൾ നേരത്തെ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ പേര് ഒന്നുകൂടെ ഞാൻ വായിക്കാം. സാരംഗി സുരേഷ്, നിഖിൽ തിരുമംഗലത്ത്, കൊച്ചക്കാട്ട് ആന്റണി, റാൽഫ് രാജു, ഡോക്ടർ അമൃത് രാജ്. വെയിറ്റിംഗ് ലിസ്റ്റിൽ ആരൊക്കെയാണുള്ളത്? ഇപ്പോൾ ഉള്ളത് മനീഷ് നെടുമ്പാൻ, മമത എം മാത്യൂസ്, കൃഷ്ണേന്ദു, ജന്യ പ്രവീൺ നായർ. അപ്പോൾ ഇവരിൽ നിന്ന് ഒരാളെ എടുക്കാൻ പറ്റുന്നുള്ളൂ. ഒരാളെ എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് പറയാനുള്ള ശക്തിയില്ല. മൃദുല പറയും. മൃദുലയ്ക്ക് അതിനുള്ള ശക്തി ഉണ്ടെന്ന് തോന്നുന്നു. സകല ദൈവങ്ങളെയും ധ്യാനിച്ച് മനീഷ് നെടുമ്പാൻ. മനീഷ് നെടുമ്പാൻ, വാ. മനീഷ് നെടുമ്പാൻ സെലക്റ്റഡ് ആയിരിക്കുന്നു.
പ്ലീസ് കം ടു ദ സ്റ്റേജ്. നെടുമ്പാൻ ആശംസകൾ. ഇനി മുതൽ നമ്മൾ നെടുമ്പാൻ എന്ന് വിളിക്കുള്ളൂ. മനീഷ് എന്നുള്ള പേര് നമ്മൾ മായ്ച്ചു കളഞ്ഞു. നെടുമ്പാൻ വളരെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. മീൻസ് ഒരാളെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ അവർക്കായിരുന്നു ആക്ച്വലി പണി. നിങ്ങൾ അവർക്ക് രണ്ടുപേർക്കുമാണ് പണി കൊടുത്തത്. അതിൽ നിന്നും നെടുമ്പാൻ സെലക്ട് ആയിരിക്കുന്നു. ആൻഡ് വാട്ട് യു ഫീൽ നൗ? ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും നല്ല ടാലന്റായിട്ട് സിംഗേഴ്സാണ്. ഞാനൊരു രഹസ്യം ചോദിക്കട്ടെ, എല്ലാവരും ടാലന്റഡ് സിംഗേഴ്സ് ആണ്. ഞാൻ സെലക്ട് ആവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? സെലക്ട് ആവുന്ന അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഇല്ല, സത്യം പറയണം. ഡിപ്ലോമാറ്റിക് ഉത്തരങ്ങൾ നമുക്ക് ആവശ്യമില്ല. പരമാവധി നന്നായി പാടിയിട്ടുണ്ട്. ഒരു പക്ഷേ സെലക്ട് ആവാം എന്നിട്ട് 100% വെരി ഡിപ്ലോമാറ്റിക് അപ്രീഷിയേറ്റഡ്. നെടുമ്പാന് മെഡൽ നൽകുന്നത് എയ്മയുടെ നന്ദിനി മേനൻ. നെടുമ്പാൻ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് വെൽക്കം ടു ദ ഫാമിലി. താങ്ക് യു. ഓൾ റൈറ്റ്, നമ്മൾ നെടുമ്പാനെ കണ്ടെത്തിയിരിക്കുന്നു. അടുത്തത് ജൂനിയേഴ്സ് ആണ്. ജൂനിയേഴ്സിൽ നിന്നും ആരെയാണ്? ഇതിൽ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ പേര് പറയാം. വിവാൻ അജയ് മേനൻ, കൃഷ്ണ VS, ആന്യ ജോസഫ്, അനന്യ ദിലീപ് കുമാർ. ഇവരെ 4 പേരെയും നമ്മൾ നേരത്തെ തന്നെ സെലക്ട് ചെയ്തതാണ്. പാസ്പോർട്ട് കൊടുത്തതാണ് അവർക്ക്. ഇനി ഒരാൾക്ക് കൂടി കൊടുക്കാം. അത് 3 പേരിൽ നിന്ന് ഒരാളെയാണ് എടുക്കുന്നത്. 7 പേരാണ് ആ കാറ്റഗറിയിൽ ഉണ്ടായിരുന്നത്. ആ 3-ൽ 1 എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർ തമ്മിലുള്ള മാർക്കിന്റെ വ്യത്യാസമൊക്കെ വളരെ ചെറുതാണ്. അതാണ് അദ്ദേഹമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനമെടുത്തത്. ചെറിയൊരു വ്യത്യാസത്തിലാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. സിദ്ധാർത്ഥ് സോണി. സിദ്ധാർത്ഥ് സോണി, കൺഗ്രാറ്റുലേഷൻസ്. ആശംസകൾ. താങ്ക് യു. മോന് ഇന്നാവുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഇപ്പൊ നല്ല സന്തോഷമില്ല? എനിക്ക് കുട്ടന്റെ മുഖത്തെ സന്തോഷം കാണാൻ പറ്റും. മോന്റെ ആ മുഖത്ത് കാണുന്ന അതേ സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്തായാലും നിങ്ങൾ വലിയൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അവിടെ നിന്നാണ് 5ാമനായിട്ട് മോൻ എത്തിയിട്ടുള്ളത്. മോൻ എന്ത് തോന്നുന്നു ഇപ്പം? കുറെ നല്ലത് ഫീൽ ചെയ്യുന്നു. കുറെ നല്ലത് ഫീൽ. കുറെ നല്ലതെന്ന് പറഞ്ഞാൽ എന്തൊക്കെ നല്ല ഫീൽ? അതാണ് വെരി. പിന്നെ തീർച്ചയായിട്ടും ഈ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി എയിമിൽ നിന്നും ശോഭ മനോജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്. മോനെ ഹാപ്പി അല്ലേ? കൂടുതൽ ഹാപ്പിനെസ്സോടുകൂടി നമുക്ക് വീണ്ടും കാണണം. ഗോഡ് ബ്ലെസ് യു. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ 2 കാറ്റഗറി കഴിഞ്ഞു. ഇനി ഒരു കാറ്റഗറി കൂടെ നമുക്ക് ബാക്കിയുണ്ട്. സീനിയേഴ്സ്. നമ്മൾ ആദ്യം സെലക്ഷൻ കൊടുത്തിട്ടുള്ളത് ശ്രേയസിനായിരുന്നു. അതുപോലെ ദേവിക, ധനുഷ്, സിദ്ധാർത്ഥ്. ഒരാളെ കൂടി നമ്മൾ ഉൾപ്പെടുത്തണം. ഒരാളെ കൂടെ നമുക്ക് ഉൾപ്പെടുത്തണം. അതുകൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു കണ്ടുപിടുത്തങ്ങൾ പൂർത്തിയാവും അല്ലേ? അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ജോലിയായിരുന്നു. നേരത്തെ പാട്ട് പാടി കഴിഞ്ഞപ്പം പറഞ്ഞു അക്ഷരങ്ങളൊക്കെ തെറ്റിച്ചു എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇവിടെ ഒരു ഓളം ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ്, ഒരു കണ്ടസ്റ്റന്റ് ആണ് കൃഷ്ണാനന്ദ്. കൃഷ്ണാനന്ദ്, വാവ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എനിക്ക് കണ്ണുകളിൽ നിന്ന് വായിച്ചറിയാം കൃഷ്ണാനന്ദിന്റെ മനസ്സിലെ വികാരങ്ങൾ എന്താണെന്നുള്ളത്. പ്ലീസ് ഷെയർ ഇറ്റ്. ആദ്യമായി എല്ലാവർക്കും നന്ദി. ജഡ്ജസിന് പ്രത്യേകിച്ച് നന്ദി. എന്നെ ആ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നെങ്കിലും അത് കണക്കാക്കാതെ സെലക്ട് ചെയ്തതിന്. പിന്നെ എന്നെ പാട്ട് ഒക്കെ പഠിപ്പിച്ച അമ്മയും നന്ദി പറയുന്നു. അമ്മയും അച്ഛനും പാട്ടുകാരാണ്. അവർ രണ്ടുപേരെയാണ് എന്നെ പഠിപ്പിച്ചത്. പിന്നെ എൻ്റെ കൂട്ടുകാർ, എൻ്റെ ചേട്ടന്മാരും കൂട്ടുകാരും ഒക്കെയാണ് വന്നേക്കുന്നത്. പിന്നെ എൻ്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കണ്ടസ്റ്റൻസ് എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ദൈവത്തിന് നന്ദി. ദാറ്റ്സ് ദ സ്പിരിറ്റ്. അപ്രീഷിയേറ്റഡ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളൊരു മെഡലൂടെ തരുന്നു. അത് നൽകുന്നതിന് വേണ്ടി ശ്രീ MK നന്ദകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു നന്ദകുമാർ സാർ. താങ്ക് യു. മോനെ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഒരുപാട് അത്ഭുതങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. കിഷോറേട്ടാ, ഞങ്ങൾക്കൊരു കാര്യം ആഡ് ചെയ്യാനുണ്ട് ഇതിനോടൊപ്പം. ഈ ഒരു കാറ്റഗറിയിൽ ഫാസ്റ്റ് നമ്പേഴ്സ് ആയിരുന്നു റൗണ്ട്. അതെ. അപ്പൊ പലരും
ഫാസ്റ്റ് നമ്പേഴ്സ് അല്ലാത്ത സോങ്സ് ഒക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേര് മെലോഡിയസ് പാട്ടായി പോയി അല്ലേ? എക്സലന്റ് ആയിട്ടുള്ള പാട്ടുകൾ പെർഫോമൻസസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിവിടെ നോക്കിയത് ഒരു ഫാസ്റ്റ് നമ്പർ എടുത്തിട്ട് മാക്സിമം അതിനോട് ജസ്റ്റിസ് പുലർത്തുക എന്നുള്ളൊരു കാര്യമായിരുന്നു നമ്മൾ ഏറ്റവും നോക്കിയിട്ടുണ്ടായിരുന്നത്. സുധീപേട്ട അല്ലേ? മൃദുലയുടെ മനസ്സിന്റെ മൃദുല മൂലയിൽ സോഫ്റ്റ് കോർണർ എന്നാണ് ഉദ്ദേശിച്ചത്. എൻ്റെ മലയാളമാണ്. ഇവരോടൊക്കെ ഭയങ്കര സെന്റിമെന്റ്സ് കുറെ നേരമായിട്ട് പറയും. എനിക്കൊരു വിഷമം പോലെ, അതുകൊണ്ടാണ് മൃദുല പറയുന്നത്. എനിക്കുണ്ട് വിഷമം. കാര്യം എപ്പോഴും നല്ല പെർഫോമൻസ്, നല്ല ടാലന്റ് ഉള്ള ആളുകളെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയാതെ പോകുമ്പോൾ ഒരു സങ്കടമുണ്ട്. അതിൽ അവരാരും വിഷമിക്കേണ്ട കാര്യമില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് എല്ലാ ബ്ലെസ്സിങ്സും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഉറപ്പായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്നും പുതിയ തുടക്കത്തിലേക്ക്, നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് മികച്ച പാട്ടുകളുമായിട്ട് നമുക്ക് മറ്റൊരു അവസരത്തിൽ നിങ്ങളെ എല്ലാവരെയും കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എയ്മ വോയിസ് 2025 തേർഡ് എഡിഷന്റെ യാത്രയുടെ ഒരു ഘട്ടം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ജൂനിയർ, സീനിയർ, സൂപ്പർ സീനിയർ 3 കാറ്റഗറിയിൽ നിന്നും നമ്മൾ 15 പേരെ വീതം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവർ കൂടുതൽ അത്ഭുതങ്ങളും കൂടുതൽ പാട്ടുകളുമായിട്ട് സൂപ്പർ ഗ്രാൻഡ് ഫിനാലയിൽ എത്തട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ആൻഡ് താങ്ക് യു ജൂറി പാനൽ. അതുപോലെ തന്നെ ഈ പാട്ടുകാർക്ക് ഏറ്റവും മികച്ച സപ്പോർട്ട് നൽകിയ ഓർക്കസ്ട്ര ടീമിന് പ്രത്യേക ഒരു കയ്യടി. അപ്പോൾ വീണ്ടും കാണാം. Till then, you take care. Stay in a small bubble. This is Kishore Satya signing off.